ദേവാമൃതം. നമസ്കാരം. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലേക്ക് നമ്മെ വഴിതെളിച്ചു കൊണ്ടുപോകുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ. സാഗരം അറിവിൻ്റെ സാഗരം ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവകാരുണ്യ പഞ്ചകമാണ് നമ്മുടെ ചർച്ചാ വിഷയം. പണ്ട് അഹിംസ എന്ന ധർമ്മത്തെ ഈ ഭൂമിയിലെ ജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അവതാരം വരികയുണ്ടായി. ശ്രീബുദ്ധൻ. ഭഗവാൻ ശ്രീബുദ്ധൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരനായ മറ്റൊരു രാജകുമാരൻ ശസ്ത്രവിദ്യ പഠിച്ചിട്ട് ആകാശത്തുകൂടി പറന്നുപോയ ഒരു പ്രാവിനെ അമ്പെയ്ത് ഇട്ട കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിദ്ധാർത്ഥൻ ബുദ്ധൻ ആയി മാറിയ അന്നത്തെ സിദ്ധാർത്ഥ രാജകുമാരൻ ഈ കരഞ്ഞ് പിടഞ്ഞ് പ്രാണവേദനയോടുകൂടി വീണ് കിടക്കുന്ന ആ പ്രാവിനെ ഓടിച്ചെന്നെടുത്തിട്ട് ഈ അമ്പ് വലിച്ചൂരി അതിനെ തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അതിന് മരുന്ന് വെച്ച് ദിവസങ്ങളോളം അതിൻ്റെ അടുത്തിരുന്ന് ശുശ്രൂഷ ചെയ്ത് അതിനെ ജീവിപ്പിച്ചെടുത്തു. താൻ എയ്തിട്ട പക്ഷിയെ തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അസ്ത്രമയച്ച രാജകുമാരൻ വന്നു. രാജകൊട്ടാരം അറിഞ്ഞു, വലിയ രാജാവ് അറിഞ്ഞു. ആര് വന്ന് പറഞ്ഞിട്ടും സിദ്ധാർത്ഥൻ ഈ പക്ഷിയെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. സിദ്ധാർത്ഥൻ അന്ന് ബോധോദയമോ ജ്ഞാനോദയമോ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത പ്രായമാണ്. എങ്കിൽ പോലും അതിലൊരു നീതികേട് സിദ്ധാർത്ഥന് അനുഭവപ്പെട്ടു. മറ്റൊന്നുമല്ല, ഞാൻ എഴുതിയിട്ടതുകൊണ്ട് അത് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഈ രാജകുമാരൻ്റെ വാദത്തിൽ ഒട്ടും യുക്തിയില്ലെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു. കാരണം നിങ്ങൾ എഴുതിയിട്ടത് അതിൻ്റെ മാർഗത്തിൽ പറന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ കാണിച്ചൊരു അതിക്രമമാണ്. അതിൻ്റെ പ്രാണനോട് നിങ്ങൾ കാണിച്ചൊരു അതിക്രമമാണ്. അത് നിങ്ങളുടെ അവകാശമായി മാറുന്നത് എങ്ങനെയാണ്? ആ ജീവി ആർക്കും അവകാശപ്പെട്ടതല്ല, അത് അതിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാനതിനെ വിട്ടുതരില്ല എന്ന് പറഞ്ഞു. സിദ്ധാർത്ഥൻ്റെ ഈ നീതിബോധം ഒടുവിൽ കൊട്ടാരത്തിലുള്ളവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. കാരണം അന്ന് വരെ രാജാവ് എന്തിൽ കൈവച്ചോ അത് രാജാവിനുള്ളതാണ്. അതേ കൊട്ടാരത്തിൽ പിറന്ന ഒരു രാജകുമാരൻ പറയുന്നു, ഓരോ ജീവിക്കും അതിൻ്റേതായ ജീവിത അവകാശമുണ്ട്, നമുക്കൊന്നിനെയും കൊല്ലാനുള്ള അവകാശമില്ല എന്ന്. ഇതായിരുന്നു സിദ്ധാർത്ഥൻ്റെ തുടക്കം. പിൽക്കാലത്ത് ബിംബിസാരൻ എന്ന് പറയുന്ന ചക്രവർത്തി മൃഗങ്ങളെ കൊന്ന് യാഗം നടത്തി അയാളുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ യാഗശാലയിലേക്ക് തെളിച്ചു കൊണ്ടുപോയ ആടുകളിൽ ഒന്നിൻ്റെ കാലൊടിഞ്ഞ് വഴിയിൽ വീണപ്പോൾ ബുദ്ധൻ ഓടിച്ചെന്ന് ആ ആടിനെ എടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് മറ്റ് ആട്ടിൻകൂട്ടങ്ങൾ പോകുന്ന വഴി പിന്തുടർന്ന് ബിംബിസാരൻ്റെ യജ്ഞശാലയിലെത്തി. ബിംബിസാരൻ ബുദ്ധനെ കണ്ട് എഴുന്നേറ്റു. ബിംബിസാരനോട് ബുദ്ധൻ ചോദിച്ചു, നീ കൊടുത്ത ജീവനാണോ ഇവയുടേതെല്ലാം? അല്ല. എങ്കിൽ ഇതിൻ്റെ ജീവൻ എടുക്കാനുള്ള അവകാശവും നിനക്കില്ല. നീ ജീവൻ കൊടുത്തതിൻ്റെ ജീവൻ എടുക്കാനേ നിനക്ക് അവകാശമുള്ളൂ, അതുകൊണ്ട് ഇവയെല്ലാം വിട്ടയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിംബിസാരൻ ഈ ജീവജാലങ്ങളെയെല്ലാം ഈ മൃഗങ്ങളെല്ലാവരെയും തിരികെ അയക്കുകയുണ്ടായി. പിന്നീട്
ഒരു കാലത്ത് ഇബ്രാഹിം നബിയോട് ദൈവം പറയുന്നു, നീ നിനക്ക് പ്രിയപ്പെട്ടതിനെ എനിക്ക് ബലിയായി തരിക. ഇബ്രാഹിം നബി എന്തു ചെയ്തു? തൻ്റെ മകനെയാണ് ബലി കൊടുക്കാൻ തയ്യാറായത്. കാരണം എന്താ? താൻ കൊടുത്ത ജന്മം മകനാണ്. മറ്റാരുടെയും ജീവൻ എടുക്കാൻ തനിക്ക് അവകാശമില്ല. ഇക്കാര്യം തന്നെ പിന്നീട് ശ്രീനാരായണ ഗുരുദേവൻ ഒരു അമ്പലത്തിൽ മൃഗബലി നടത്തുന്നതിന് പകരം കുമ്പളങ്ങ മുറിച്ചാലെന്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേണ്ട, കോഴിയെ കൊല്ലുന്നവൻ്റെ മകനെ കൊന്ന് ബലി കൊടുത്താൽ മതിയെന്ന്. നാം കൊടുക്കാത്ത ജീവന് നമുക്ക് അവകാശമില്ല എന്നാണ് ഈ സത്യദർശികളെല്ലാം നമ്മോട് പറഞ്ഞത്. ഇത് ഓർമ്മയിൽ വയ്ക്കുക. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. അടുത്ത എപ്പിസോഡിൽ കാണാം.